ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിൽ ജോസഫിന്റെ ഈ 2025 ജനുവരിയിലെ രണ്ടാമത്തെ മലയാള സിനിമ പൊന്മാൻ ഇന്ന് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. നേരത്തെ ജനുവരി 17 തിയേറ്ററിലെത്തിയ പ്രാവൻകൂട് ഷാപ്പ് മികച്ച അഭിപ്രായം നേടിയെടുത്തെങ്കിലും തിയേറ്ററിൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ പരാജയമായിരുന്നു. പൊന്മാനിൽ ബേസിലിനൊപ്പം നമ്മുടെ ആവേശം സിനിമയിലെ അമ്പാൻ, അതായത് സജിൻ ഗോപു, പിന്നെ നായിക ലിജോ മോൾ ജോസാണ്. ആനന്ദ് മന്മഥൻ, ദീപക് പറമ്പോൾ, രാജേഷ് ശർമ്മ, ജയ കുറുപ്പ് ഇവരൊക്കെയാണ് ഈ സിനിമയുടെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുള്ളത്. GR ഇന്ദുഗോപന്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി GR ഇന്ദുഗോപൻ, ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് വിനായക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അജിത്ത് വിനായകയാണ്. നേരത്തെ വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ എടുത്തിരുന്ന അജിത്ത് നിലവിൽ ഇതുപോലെ ലോ ബഡ്ജറ്റ് സിനിമകളിലേക്ക് മാറിയിരിക്കുകയാണ്. ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ്. സനു ജോൺ വർഗീസാണ് DOP. വളരെ മികച്ച രീതിയിൽ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് നിതിൻ രാജ് ആരോളാണ്. ചിത്രത്തിന് പൊന്മാൻ എന്ന ടൈറ്റിൽ നൽകിയിട്ടുള്ളത് കഥയ്ക്ക് അനുയോജ്യമായി തന്നെയാണ്. പൊന്മാൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷി എന്നതിനപ്പുറം പൊന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ തങ്കപ്പൻ, പൊന്നപ്പൻ എന്ന് പറയും പോലെ പൊന്മാൻ കഥയ്ക്ക് അനുയോജ്യമായ കാസ്റ്റിംഗും തന്നെയാണ്. അതായത് ബേസിൽ ജോസഫിനെയൊക്കെ കൃത്യമായി നായക കഥാപാത്രമായി എത്തിച്ചിട്ടുള്ളത്. സജിൻ ഗോപു, അതായത് അമ്പാനൊക്കെ ഗൗരവമേറിയ കഥാപാത്രങ്ങൾ കോമഡിക്കപ്പുറം ചെയ്തിട്ടുള്ളത്. സിനിമയുടെ കഥ കൊല്ലം ബേസ്ഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തെക്കൻ ജില്ലക്കാർക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലക്കാർക്കൊക്കെ കൃത്യമായും കഥയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. നേരത്തെ ബേസിലിന്റെ തന്നെ ജയ ജയ ഹേ കൊല്ലം കേന്ദ്രീകരിച്ചുള്ള സിനിമയായിരുന്നു. വൻ വിജയമായിരുന്നു ആ സിനിമ നേടിയെടുത്തിരുന്നത്. എന്തായാലും പൊന്മാന് ഈ മേഖലയിൽ നിന്ന്, പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ നിന്ന് മികച്ച അഭിപ്രായം നേടിയെടുക്കാനായിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ ദിവസം 200-ലധികം തിയേറ്ററുകളാണ് ഈ സിനിമയ്ക്ക് ചാർട്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും GCC, ഓവർസീസ് രാജ്യങ്ങളിലും എല്ലാം തന്നെ മികച്ച സ്ക്രീൻ കൗണ്ട് ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സിമ്പിളായ കഥ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ജ്യോതി ശങ്കർ എന്ന സംവിധായകന് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പൊന്മാൻ എന്ന സിനിമയെക്കുറിച്ച് ആത്യന്തികമായ അഭിപ്രായം രേഖപ്പെടുത്താനുള്ളത്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.